ആധുനിക കാലഘട്ടത്തിൽ വെള്ളം കിട്ടാത്ത സാഹചര്യങ്ങളിൽ ഇന്ന് ധാരാളം വരും. ഇപ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വെള്ളം ഉപയോഗിക്കുന്നതാണ് ഇസ്ലാമിലെ ഇസ്തിൻജാഇൻ്റെ ഏറ്റവും പൂർണ്ണമായ രൂപം. നമുക്ക് കഴുകാൻ മലമൂത്ര വിസർജനം നടത്തിയാൽ കഴുകാനുള്ള ഏറ്റവും ശ്രേഷ്ഠകരമായതും ഉത്തമമായ രീതി എന്തു തന്നെയാണ്? വെള്ളം കൊണ്ട് ശുദ്ധീകരിക്കൽ തന്നെയാണ്. എന്നാൽ വെള്ളം നമുക്ക് കിട്ടാത്ത ഒരുപാട് സാഹചര്യങ്ങൾ വരും. ഇപ്പോൾ ഉദാഹരണം, നമ്മൾ പ്രവാസികളാണ്, നമ്മൾ ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്നു. ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾക്ക് പലപ്പോഴും അവിടെ വെള്ളം എടുത്ത് പമ്പ് ചെയ്യാനുള്ളൊരു സംവിധാനം നമ്മുടെ നാട്ടിൽ ഇവിടെയൊക്കെ കാണുന്ന ടോയ്ലറ്റുകളിലുള്ളതുപോലെ നമുക്കിങ്ങനെ ആ ഷത്താഫൊന്നും ഉണ്ടാവില്ല. ഉണ്ടാവുമോ? ഉണ്ടാവില്ല. പിന്നെ അവിടെ ഇരുന്നാൽ എന്തേ നിവൃത്തിയുള്ളൂ? കഴുകണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള ബദൽ സംവിധാനങ്ങൾ കൊണ്ടുപോകണം. ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കൂല. വിമാനത്തിൽ വെച്ചൊക്കെ നമ്മൾ കരുതണം. എന്ത്? ഒരു ചെറിയ കുപ്പി, നമ്മൾ വെള്ളം കുടിക്കാനൊരു കുപ്പി കരുതുമല്ലോ. നമ്മളൊരു ചെറിയ വാട്ടർ ബോട്ടിൽ നമ്മളെ കയ്യിൽ ഒരു ബോട്ടിൽ വെള്ളം നമ്മൾ കരുതുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നമ്മൾ അങ്ങനെ പോകേണ്ടി വരുന്നൊരു ഘട്ടത്തിൽ നമ്മൾ അങ്ങനെ എന്ത് ചെയ്യാണ്? നമുക്ക് ഇപ്പോൾ പലപ്പോഴും ഫ്ലൈറ്റിൽ നമുക്ക് ഇരുന്ന് മൂത്രമൊഴിക്കുന്നതിനേക്കാൾ സൗകര്യം എന്താണ്? നിന്ന് മൂത്രമൊഴിക്കലാണ്. അത് നമുക്കേ നടക്കുള്ളൂ, പുരുഷന്മാർക്കേ നടക്കുള്ളൂ. നമ്മുടെ സഹോദരിമാർക്കത് നടക്കൂലല്ലോ, നടക്കൂല. അപ്പോൾ അവർക്ക് ഇരിക്കുന്ന വേണം. ഇരുന്നാൽ ഫ്ലൈറ്റിൽ ഷത്താഫോ ഇങ്ങനെ പമ്പോ ഒന്നും ഇല്ലതാനും കഴുകാൻ. എന്താണ് അവർ ചെയ്യേണ്ടത്? നമ്മുടെ കയ്യിലൊരു വാട്ടർ ബോട്ടിൽ കരുതിയാൽ സൗകര്യമായി. അതിൽ വെള്ളം ഉണ്ടെങ്കിൽ അത് കുടിച്ചു കഴിഞ്ഞിട്ടുള്ള കാലി ബോട്ടിലാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ പോയാൽ നമുക്ക് വെള്ളം കിട്ടും. വെള്ളം നിറക്കുക, ഇരിക്കുക, ഈ കാര്യം നിർവഹിക്കുക. അതുകൊണ്ട് കഴുകുന്നതിൻ്റെ മുമ്പ് കുറച്ച് വെള്ളമല്ലേ നമ്മൾ കൊണ്ടുപോകുന്നുള്ളൂ. കഴുകുന്നതിൻ്റെ മുമ്പ് ആ വെള്ളം കൊണ്ടവർക്ക് ശുദ്ധീകരണം തൃപ്തിയാകുവാൻ എന്ന നിലയ്ക്ക് അവിടെ വെച്ചിട്ടുള്ള ടിഷ്യൂ പേപ്പർ എടുത്തുകൊണ്ട് ആദ്യം എന്ത് ചെയ്യുക? പൂർണ്ണമായി ഒന്ന് ശുദ്ധിയാക്കുക. ശുദ്ധിയാക്കിയതിൻ്റെ ശേഷം ബാക്കിയുള്ള ഭാഗം എന്ത് ചെയ്യുക? ബാക്കിയുള്ളത് ഈ വെള്ളം കൊണ്ടും ക്രമീകരിക്കുക. ഇതൊന്നും പല സഹോദരിമാർക്കും അറിയാത്തതുകൊണ്ട് പലപ്പോഴും അവരെന്ത് ചെയ്യുന്നറിയോ? മൂത്രം പിടിച്ചിരിക്കും. അവർ ഫ്ലൈറ്റിൽ പ്രയാസപ്പെട്ടിട്ട് പോകാൻ വയ്യ, 3-4 മണിക്കൂർ അവർ പിടിച്ചിരിക്കുകയാണ്. അത് എന്തുമാത്രം മനുഷ്യന് ആരോഗ്യത്തിന് ഹാനികരമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും പ്രമേഹ രോഗികളായ ആളുകളുണ്ടാകും, അല്ലാത്തവരുണ്ടാകും. ഇതിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളില്ലേ? എന്നിട്ട് അഥവാ അവരവിടെ പോയി എങ്കിലോ പിന്നെ അവർ നിസ്കരിക്കില്ല. കാരണം എന്താ? അത് ശരിയായിട്ടില്ല, എനിക്ക് കഴുകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കണം, ഇസ്ലാം തന്നിട്ടുള്ള ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട് നമുക്ക്. വെള്ളം കൊണ്ട് കഴുകാൻ പറ്റിയില്ലേ? അതിനാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഇസ്തിജ്മാറ്. ഇസ്തിൻജാഉം ഇസ്തിജ്മാറും ഫുഖഹാക്കൾ വേർതിരിച്ച് പറഞ്ഞത് എന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലത്ത് യാത്രക്കാരായിരുന്ന ആളുകൾ പലപ്പോഴും അവരുടെ കൂടെ ഉണ്ടാകുന്ന വെള്ളം ഒരു വേള കുടിക്കാൻ പോലും തികയൂല തുകൽപാത്രങ്ങളിൽ. അപ്പോൾ അന്ന് അവർ ചെയ്തിരുന്നത് മരുഭൂമികളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഈർപ്പം വലിച്ചെടുക്കുവാൻ സാധ്യമാകുന്ന നിലക്കുള്ള കല്ല്, മൺകട്ടകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് അവർ വൃത്തിയാക്കിയിരുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ അവരോട് ഇസ്ലാം പറഞ്ഞു ഫല്ലസ്തജ്മിർ ബിസലാസിൻ. അവിടെ ഒരു സുന്നത്ത് പഠിപ്പിച്ചു, മിനിമം 3 കല്ലുകൾ കൊണ്ട് ഈർപ്പം വലിച്ചെടുക്കണം എന്ന്. അത് മലവിസർജനം ചെയ്തുകൊണ്ടാണെങ്കിലും ആ ഭാഗം വൃത്തിയാക്കുവാനും അവർ കല്ല് തന്നെയാണ് ഉപയോഗപ്പെടുത്തിയത്. ഇന്നിപ്പോൾ നമുക്ക് അങ്ങനെ കല്ലിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം വിമാനത്തിലാവട്ടെ, അതേപോലെ തന്നെ വെസ്റ്റേൺ രാജ്യങ്ങളിലേക്കും നമ്മുടെ തന്നെ ചില ഹോട്ടലുകളിലൊക്കെ ചിലപ്പോൾ ചില വെസ്റ്റേൺ കൺട്രീസിൽ പോയാലും അല്ലെങ്കിലുമൊക്കെ അവിടുത്തെ ടോയ്ലറ്റുകളിൽ വെള്ളം ഉണ്ടാവില്ല, വെറും ടിഷ്യൂ പേപ്പറേ ഉണ്ടാവുള്ളൂ. കാരണം അവിടുത്തെ തറയിൽ ഡ്രൈനേജ് സിസ്റ്റം ഒന്നും ഉണ്ടാവില്ല. വെള്ളം വീണ് കഴിഞ്ഞാൽ പിന്നെ അവിടെ ആ വെള്ളം പോകാൻ സംവിധാനമില്ല. ഇത് കാരണത്താൽ പലപ്പോഴും നമ്മുടെ പല സ്ത്രീകളും എന്തു ചെയ്യും? വെള്ളമില്ല എന്ന് വിചാരിച്ചിട്ട് അവർ ഈ സംഭവം ചെയ്യാതെ വളരെ പ്രയാസപ്പെട്ടവർ ബുദ്ധിമുട്ടിയിരിക്കും എന്നുള്ളൊരു പ്രശ്നം വേറെയുണ്ട്. അതിൻ്റെ പുറമെ ഇനി പോയാൽ എന്ത് ചോദിച്ചാൽ ഇവർ ഈ വെള്ളം എടുത്തു വന്നാകെ കപ്പിലൊക്കെ എടുത്തിട്ട് എങ്ങനെയൊക്കെയോ ചെയ്ത് തറയിലൊക്കെ ആകെയാക്കി നമ്മളിവിടെ പുറത്തേക്ക് വരുമ്പോഴേക്ക് എയർ ഹോസ്റ്റസ് ആ ആളാൻ പോയി കഴിഞ്ഞാൽ അങ്ങനെ കൈകൊണ്ട് കാണിക്കേണ്ടി എന്തായി ചെയ്തത് എന്ന് നമ്മളെ സമുദായത്തെ അവിടെ നോട്ടപ്പുള്ളിയാക്കുകയാണ്. ഇത് ഗൗരവാട്ടോ, നമ്മളെ പലപ്പോഴുള്ള അനുഭവങ്ങളാണ്. നമ്മളിവിടെ പോന്നാൽ പിന്നെ എയർ ഹോസ്റ്റസുമാർക്കൊരു പണിയാണ് അവിടെ. കാരണം നമ്മളവിടെ ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ ഈ ഒരു വൃത്തി നോക്കുമ്പോൾ മറ്റേ വൃത്തി നമ്മൾ പരിഗണിക്കുന്നില്ല. ആ വെള്ളം, തറയിൽ വീണ വെള്ളം, അത് ഡ്രൈനേജ് സിസ്റ്റം ഫ്ലൈറ്റിലില്ല, പിന്നെ അത് ഒഴുകുകയാണ് ഇങ്ങോട്ട്.
എന്നിട്ട് അത് ഇവർ ഒരുപാട് ടിഷ്യൂ വലിച്ചെടുത്ത് എയർ ഹോസ്റ്റസ് അവിടെ കൊണ്ടുപോയിട്ട് വേറൊരാൾ പോകുമ്പോൾ വെയിറ്റ് ചെയ്യ് ക്ലീൻ ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയാണ്. ഇത് നമ്മുടെ സമുദായത്തിലെ ആളുകളാണ് ഉണ്ടാക്കുന്നത്. കാരണം നമുക്കായി ഇത് കഴുകണം എന്നുള്ള ചിന്ത, അല്ലാത്ത ചിലർക്കൊക്കെ അത് അത്രയില്ല. അതുകൊണ്ടാണ് ഞാനിത് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ചെറിയ കപ്പുകൾ കിട്ടും ചില ഫ്ലൈറ്റിലോ ടോയ്ലറ്റിലോ ഒക്കെ, പിന്നെ ഈ സംവിധാനം ഉണ്ടാവും, അവിടെ ഇങ്ങനെ ഡിസ്പോസിബിൾ ഇത് വെച്ചിട്ടുണ്ടാവും, പിന്നെ കപ്പുകൾ, അത് ഉപയോഗപ്പെടുത്താം. അതൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഒന്നിനും സാധ്യമായില്ലയോ അവിടെയുള്ള ടിഷ്യൂ പേപ്പർ എടുത്തുകൊണ്ട് ക്ലീൻ ആവുവോളം ക്ലീനാക്കിക്കോളൂ. ക്ലീനാക്കുമ്പോൾ അത് എന്ത് ചെയ്യണം, അത് പിന്നെ നമ്മുടെ ഫ്ലഷിലിട്ടാൽ പോകുന്നതാണോ അല്ലാത്തതാണോ എന്നൊക്കെ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ചിലത് കൊണ്ടുപോയിട്ടിട്ട് പിന്നെ ഡ്രൈനേജ് സിസ്റ്റം തകരാറിലായിട്ട് കണ്ടോ, ഒരു മാപ്പിള ഒരു മുസ്ലിം അയാൾ കയറിന് പോന്നപ്പോഴേക്ക് ബാക്കിയുള്ളവർക്കൊക്കെ പ്രശ്നമായി. ഇവരെന്ത് വൃത്തിയുടെ ആൾക്കാരാ എന്ന് പറയിപ്പിക്കരുത്. ഏതൊക്കെ വസ്തുക്കൾ ഇട്ടാൽ അതിലൂടെ ഫ്ലഷ് ചെയ്ത് പോകും, അല്ലാത്തത് ഏതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അത് പറയാൻ കാരണം ചിലയിടത്തൊക്കെ കുട്ടികളെ കൊണ്ടുപോയിട്ട് പാമ്പേഴ്സൊക്കെ ഫ്ലൈറ്റിൻ്റെ അകത്ത് ഇതിൽ കണ്ടിട്ടിട്ട് ഫ്ലഷ് ചെയ്യാൻ നോക്കും. അതിശക്തമായി നിലക്കത് വലിച്ചെടുക്കുമെങ്കിൽ ഈ സാധനം പലപ്പോഴും പോകൂല, അവിടെ ഡ്രൈനേജ് ആകെ തകരാറിലായി വഴിമുട്ടി നിൽക്കും. ഇതൊക്കെ ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മൾ ശ്രദ്ധിക്കണം. ഇസ്ലാമിൽ വൃത്തിക്ക് വലിയ പ്രാധാന്യമുണ്ട്. അത് നമുക്ക് പറയാനും പ്രസംഗിക്കാനും മാത്രമുള്ളതല്ല, നമ്മൾ ഇടപെടുന്നിടത്തൊക്കെ അത് ശ്രദ്ധിക്കണം, പറയിപ്പിക്കരുത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ വെസ്റ്റേൺ രാജ്യങ്ങളിൽ പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ ഫ്ലൈറ്റിലാണെങ്കിലോ ഇങ്ങനെ ടോയ്ലറ്റിൽ ഇനി വെള്ളമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ദഹിക്കൂല. ഓക്കെ, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്, മൂത്രയിച്ചിട്ടാണെങ്കിൽ പിന്നെയും ഓക്കെ, മറ്റേത് നിർവഹിച്ചിട്ട് ഇപ്പോൾ ടിഷ്യൂ മതിയെന്നായി പറയണത്. ശരിക്കാണ് ക്ലീനായിട്ടില്ലേ, അതായി 3 ഓട്ടെന്ന് പറയണത്. ഇതും ക്ലീനായില്ലേ, 4 വിട്ട് 5 കാക്കിക്കോ, ഒറ്റയിൽ അവസാനിപ്പിച്ചോന്ന് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് ക്ലീനാവോളം അങ്ങനെ ചെയ്തോ, അനുവദിക്കപ്പെട്ട സംഗതിയാണ്. എന്നാലും അവിടെ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്ന നിലക്ക് വൃത്തികേടാക്കി പോരരുത്. ഇസ്ലാമിന് അതിൽ നിർബന്ധ ബുദ്ധിയുണ്ട്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. കാരണം നമ്മൾ പലയിടങ്ങളിലേക്കും യാത്ര പോകുന്നവരാണ്, പല രാജ്യങ്ങളിലേക്കും ബിസിനസ് ആവശ്യാർത്ഥവും മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയുമൊക്കെ പോകുന്നവരാണ്. വെള്ളം ഉള്ള ടോയ്ലറ്റുകൾ ഉണ്ടാകും, ഇല്ലാത്തിടങ്ങളും ഉണ്ടാകും. ഇനി വെള്ളം ഇല്ലാതെ തന്നെ, വെള്ളം ഉണ്ട്, സംവിധാനമുണ്ട്, പക്ഷേ വെള്ളം ഉണ്ടായില്ല, എന്നാലും സംഗതികൾ ഇതൊക്കെ നിർവഹിക്കണ്ടേ. അവിടെയൊക്കെ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചിരുന്നിട്ടുള്ള ഈ മര്യാദകൾ നമ്മൾ ശരിക്കും എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അതിലൊന്നും നമ്മുടെ വകയായിട്ട് വേറൊന്നും നമ്മൾ കൂട്ടി കെട്ടേണ്ടതില്ല. ഇനി പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആദ്യം ടിഷ്യൂ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വൃത്തിയാക്കി, കുറഞ്ഞ വെള്ളമാണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യുക. കുറച്ച് വെള്ളം കയ്യിൽ ഉള്ളൂ, എന്നാൽ നമ്മൾ ആദ്യം ടിഷ്യൂ ഒക്കെ എടുത്തിട്ട് അതൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് പിന്നെ ബാക്കിയാവുമ്പോൾ നമുക്ക് പൂർണ്ണമായും തൃപ്തിയാവും. അതല്ലാതെ ഈ വെള്ളം കൊണ്ട് മാത്രം ഞാൻ കഴുകുള്ളൂ എന്ന് പറഞ്ഞാൽ പിന്നെ ഇവന് ഇത്തിരി വെള്ളം ഉണ്ടാവുള്ളൂ, ബാക്കിക്ക് അവന് പോകാൻ പറ്റുമോ, ഡോറ് തുറന്ന് വാങ്ങാൻ പറ്റുമോ, ഒക്കെ ചിന്തിക്കണം. ഇതൊക്കെ ചിന്തിക്കണം എന്ന് പറയുമ്പോൾ വലിയൊരു പ്രയാസമൊന്നുമില്ലേ, നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ മതി, സംഗതി ഈസിയാണ്. നേരെ മറിച്ച് ഈ ഒരു കാരണത്താൽ സീറ്റിൽ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്, അനങ്ങാൻ വയ്യ, തുമ്മാൻ വയ്യ, ഒന്ന് തുമ്മിയാൽ ഒന്ന് ചുമച്ചാൽ മൂത്രം പോകുമോ എന്ന് പേടി, വെള്ളം വാങ്ങി കുടിക്കാൻ പറ്റുന്നില്ല. യാത്രക്കടിയിൽ വെള്ളം ഇങ്ങനെ സിപ്പ് ചെയ്തുകൊണ്ടിരിക്കണം, കുടിച്ചുകൊണ്ടിരിക്കണം എന്നാണ്, നല്ലതാണ്, കുടിക്കാൻ തോന്നുന്നില്ല. എന്താ കാരണം, എന്തെങ്കിലും വെള്ളം കുടിക്കാത്ത, വെള്ളം കുടിച്ച് മൂത്രയിക്കാൻ മുട്ടും. കണ്ടോ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ നമ്മളോട്? അപ്പം ഇതൊക്കെ എന്താണ്, നമ്മൾ ഈ കുറേ പിന്നെ തസ്ദീദ് ഉണ്ടാക്കുകയാണ്. ഇസ്ലാം പഠിപ്പിച്ച ഇളവൊന്നും ആണ്ട് എനിക്കാണ്ട് തൃപ്തിയാകുന്നില്ല, ഞാൻ കുറച്ച് കടുപ്പത്തിലൊന്നാണ്ട് ചെയ്തു നോക്കുകയാണ്. കടുപ്പത്തിൽ ചെയ്താൽ ഓൻ തോൽക്കുന്നാണ് അള്ളാൻ്റെ റസൂൽ പറഞ്ഞത്. ഇന്ന ദീന യുസ്റുൻ, ദീൻ എളുപ്പമാണ്. വലൻ യുശാദ്ദ ദീന അഹദുൻ ഇല്ലാ ഗലബഹ്, ദീനിനെ ആര് കുടുസാക്കിയോ അവൻ തോൽക്കും, പരാജയപ്പെടും, അല്ലാതെ ദീൻ ഇവിടെ നിലനിൽക്കാതിരിക്കൂലെന്ന്. അപ്പം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം, നമ്മളെ സ്ത്രീകൾക്ക് പറഞ്ഞു കൊടുക്കണം. പ്രത്യേകിച്ച് കൂടെ യാത്ര ചെയ്യുന്ന പ്രായമുള്ള സ്ത്രീകളുണ്ടാവും, ഉമ്മാരുണ്ടാവും, അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കണം. ഇങ്ങനൊരു ഇളവുണ്ട്, അത് അള്ളാഹ് നമുക്ക് തന്നതാണ്, അതിൽ നിങ്ങൾ പ്രയാസം ഉണ്ടാക്കരുത്. അത് വിചാരിച്ചിട്ട് 4 മണിക്കൂറൊന്നും മുത്രയിക്കാതിരിക്കല്ലേ, അത് നമുക്ക് ആരോഗ്യപരമായി ഒരുപാട് കേടാണ്. ഇസ്ലാം ഏത് കാര്യം പറയുമ്പോഴും മനുഷ്യൻ്റെ എല്ലാ വശങ്ങളും പരിഗണിച്ചുകൊണ്ടാണ് ശാരിആയ നിയമനിർമ്മാതാവായ ഈ മനുഷ്യനെന്ന പ്രോഡക്റ്റിൻ്റെ പ്രൊഡ്യൂസറായ അള്ളാഹു അതിലെ നിയമങ്ങളൊക്കെ നിശ്ചയിച്ചിട്ടുള്ളത്.
അതൊക്കെ അവൻ നമുക്ക് തന്നിട്ടുള്ള ഇളവുകളാണ്. അതൊക്കെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ചുരുക്കത്തിൽ അല്പം മുൻകരുതൽ നമ്മൾ എടുത്ത വിമാനയാത്രയിലാണെങ്കിലും മറ്റേതെങ്കിലും ടോയ്ലറ്റുകളിൽ വെള്ളത്തിൻ്റെ ആ സാന്നിധ്യമില്ലാത്ത ഇടങ്ങളിലാണെങ്കിലുമൊക്കെ, ഇനി കുറഞ്ഞ അളവിൽ മാത്രം വെള്ളം കിട്ടുകയാണെങ്കിലും ഒക്കെ നമുക്ക് ശുദ്ധി വരുത്താനുള്ള നടപടിക്രമങ്ങൾ നമുക്ക് വളരെ ഈസിയാണ്. അത് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്.